എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 65-ാമത്തെ സർഗത്തിൽ 16 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിശ്വാമിത്രൻ വളരെ മാറിപ്പോയി. തൻ്റെ തപസ്സുകൊണ്ട് എത്രയോ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൽ വന്നു. എങ്ങനെയൊക്കെ ആരെക്കൊണ്ടൊക്കെ പ്രലോഭിപ്പിച്ചിട്ടും ആ സ്വഭാവം ഒട്ടും തന്നെ മാറിയില്ല. അങ്ങനെ കഠിനമായിട്ടുള്ള തപസ് ചെയ്യണത് കണ്ടപ്പോൾ ദേവന്മാരെല്ലാവരും വന്നിട്ട് ബ്രഹ്മാവിനോട്, പന്നകങ്ങൾ, ഉരകങ്ങൾ എല്ലാവരും വന്നിട്ട് പറഞ്ഞു, എന്താണ് അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലോകം മുഴുവനും കത്തിച്ചാമ്പലാവും. വിശ്വാമിത്രൻ്റെ തപസ് അത്രയ്ക്ക് കഠിനമാണ് എന്ന് അവർ ബ്രഹ്മാവിനെ അറിയിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടായതായ മാറ്റങ്ങൾ, വിശ്വാമിത്രൻ്റെ തപസ് കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്തിനുണ്ടായത് എന്നുള്ളത് പറയാണ്. 16-ാമത്തെ ശ്ലോകം നോക്കാം. ഭാസ്കരോ നിഷ്പ്രഭശ്ചൈവ മഹർഷേസ്തസ്യ തേജസ ബുദ്ധിം ന കുരുതേ യാവന്നാശേ ദേവമഹാമുനി. ഭാസ്കരോ നിഷ്പ്രഭശ്ചൈവ. ഭാസ്കരൻ സൂര്യനാണ്. സൂര്യൻ എന്തായി തീർന്നിരിക്കണോ? വിശ്വാമിത്രന്റെ തേജസ് കൊണ്ട്, തപശക്തി കൊണ്ട് അദ്ദേഹം തേജസ് വർദ്ധിച്ചു, അദ്ദേഹത്തിന്റെ തേജസ് വർദ്ധിച്ചു. അതോടുകൂടിയിട്ട് സൂര്യനൊന്നും അല്ലാണ്ടേ. അതാണ് ഭാസ്കര നിഷ്പ്രഭശ്ചൈവ മഹർഷേഹേ തസ്യ തേജസ. മഹർഷിയുടെ തേജസ് കൊണ്ട് സൂര്യന്റെ പ്രഭാവം, സൂര്യന്റെ ഒന്നുമല്ലാതെയായി. അതുപോലെ തന്നെ ബുദ്ധിം ന കുരുതേ യാവന്നാശേ ദേവമഹാമുനി. അല്ലയോ ദേവ, അല്ലയോ പിതാമഹ ദേവ, ബ്രഹ്മദേവ, മഹാമുനി യാവത് നാശേ ബുദ്ധിം ന കുരുതേ താവത് പ്രസാദ്യ. അത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. അതാണ് താവത് പ്രസാദ്യോ ഭഗവൻ അഗ്നിരൂപോ മഹാദ്യുതി. ആ ഒരു വഴിയും കൂടി ചേർത്താലേ നമുക്ക് അർത്ഥം പറയാൻ പറ്റുള്ളൂ. യാവത് നാശേ ബുദ്ധിം ന കുരുതേ താവത് അഗ്നിരൂപ മഹാദ്യുതി പ്രസാദ്യ. എത്ര കാലം ഇങ്ങനെ തപസ് ചെയ്യും വിശ്വാമിത്രൻ എന്നറിയില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധി ലോകത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രക്ഷയൊന്നുമില്ല. ആ ലോകം അല്ലെങ്കിൽ അത് നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് യാവത് ന ഗുരുതേ താവത്, എപ്പോൾ തുടങ്ങുന്നില്ലയോ, എപ്പോൾ ലോകത്തിന് നാശം വരുത്തണം എന്ന് വിചാരിക്കുന്നില്ല, അപ്പോൾ തന്നെ അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. മഹാദ്യുതിയായിട്ടുള്ള വിശ്വാമിത്രനെ ആ ഒരു കഠിനമായിട്ടുള്ള തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും മനസ്സ് മാറിയാൽ അദ്ദേഹം ലോകം തന്നെ നശിപ്പിച്ചെന്നും വരാം. താവത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം എന്ന് ബ്രഹ്മദേവനോട് മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് പറയാണ്. അദ്ദേഹം ഇപ്പോൾ അഗ്നിരൂപനും മഹാദ്യുതിയുമായിട്ട് വർത്തിക്കുകയാണ്. അത് ഇനിയും വർദ്ധിച്ചു വന്നാൽ ലോകം മുഴുവനും കത്തിച്ചാമ്പലാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിശ്വാമിത്രന് എന്താണോ ആവശ്യം അത് മുഴുവനും നടത്തി കൊടുക്കുകയാണ് നല്ലത് എന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും, ദേവന്മാരും ഗന്ധർവന്മാരും ഋഷിമാരും എല്ലാവരും കൂടി ചേർന്ന് വിശ്വാമിത്രനെ അറിയിച്ചു. ഇനി 17-ാമത്തെ ശ്ലോകത്തിന്റെ ബാക്കി. കാലാഗ്നിനാ യഥാ പൂർവം ത്രൈലോക്യം ദഹതേഖിലം. പൂർവം കാലാഗ്നിനാ യഥാ തഥാ അഖിലം ത്രൈലോക്യം ദഹ്യതേ. പണ്ട് കാലാഗ്നി കൊണ്ട് എങ്ങനെയാണോ ഈ ത്രൈലോക്യം മുഴുവനും കത്തിച്ചാമ്പലായത്, അതുപോലെ ആയിത്തീരും വിശ്വാമിത്രന്റെ തേജസ് കൊണ്ട് ലോകത്തിന് മുഴുവനും നാശം. അതുകൊണ്ട് അങ്ങനെ നാശം വരാൻ വേണ്ടിയിട്ടൊരു കാലം കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ വിശ്വാമിത്രൻ എന്താണോ വേണ്ടത് അത് മുഴുവനും നടത്തുകയാണ് നല്ലത് എന്നവർ അഭിപ്രായപ്പെടുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 18-ാമത്തെ ശ്ലോകം നോക്കാം. ദേവരാജ്യം ചികീർഷേത ദീയതാമസ്യ യന്മന തതസുരഗണാ സർവേ പിതാമഹ പുരോഗമാഃ വിശ്വാമിത്രം മഹാത്മാനം വാക്യം മധുരമബ്രുവൻ. ഇനി വിശ്വാമിത്രൻ ദേവരാജ്യം, ദേവലോകം, സ്വർഗം തന്നെ കാമിക്കുകയാണ് എങ്കിൽ അത് കൊടുക്കുകയാണ് ഭേദം. അവിടെ വച്ചിട്ടൊരു തർക്കത്തിനോ ഒരു വാഗ്വാദത്തിനോ ഒന്നും മുതിരാതിരിക്കുകയാണ് നല്ലത്. അതാണ് ദേവരാജ്യം ചികീർഷേത. ദേവരാജ്യം അഥവാ സ്വർഗരാജ്യമാണ് ചികീർഷ ആഗ്രഹിക്കുന്നത് വിശ്വാമിത്രൻ എങ്കിൽ അസ്യ ദീയത, അദ്ദേഹത്തിന് അത് നൽകിയാലും. എന്തുകൊണ്ടെന്നാൽ അത് നൽകിയിട്ടില്ല എങ്കിൽ ദേഷ്യം വന്നാൽ ചിലപ്പോൾ ലോകത്തിന് മുഴുവനും നാശം വന്നേക്കാനും മതി.
അതുകൊണ്ട് സ്വർഗരാജ്യം വേണമെന്ന് പറയുകയാണെങ്കിൽ കൂടി അത് നൽകാൻ അങ്ങ് തയ്യാറാവണം, അത് അനുഗ്രഹിച്ചു കൊടുത്തോളൂ എന്ന് ദേവന്മാരെല്ലാവരും കൂടിയിട്ട് പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനെ അറിയിക്കുകയാണ്. അങ്ങനെ തത സുരഗണാ സർവേ പിതാമഹ പുരോഗമാഹ. അതിനുശേഷം എല്ലാ ദേവന്മാരും സുരഗണങ്ങളൊക്കെ തന്നെ പിതാമഹനോട് കൂടിയിട്ട്, പിതാമഹ പുരോഗമാഹ സർവേ ദേവഗണാഹ, പിതാമഹൻ മുൻപിൽ നിൽക്കുന്ന മറ്റ് എല്ലാ ദേവന്മാരും കൂടി ചേർന്നുകൊണ്ട് വിശ്വാമിത്രം മഹാത്മാനം വാക്യം മധുരം അബ്രവീത്. വിശ്വാമിത്രൻ, മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രന്റെ സമീപത്ത് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. വാക്യം ഇതം അബ്രുവൻ എന്ന് പറഞ്ഞാൽ വാക്യം പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല മലയാളത്തിൽ. ഇപ്രകാരം അവരെല്ലാവരും കൂടി ചേർന്ന് വിശ്വാമിത്രന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്നാണ് അർത്ഥം. എന്താണ് പറയണത്? ബ്രഹ്മർഷേ സ്വാഗതം തേസ്തു തപസാസ്മ സുതോഷിതാഃ ബ്രാഹ്മണ്യം തപസോഗ്രേണ പ്രാപ്തവാനസി കൗശിക. എന്താഗ്രഹിച്ചുകൊണ്ടാണ് വിശ്വാമിത്രൻ തപസ് ചെയ്യണത് എന്നുള്ളതൊക്കെ ബ്രഹ്മാവിനറിയാം. അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യം വേണം, മറ്റേതെങ്കിലും ലോകങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ തയ്യാറായിട്ടാണ് ദേവന്മാരെല്ലാവരും ബ്രഹ്മാവും ഒക്കെ വിശ്വാമിത്രന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. പക്ഷേ വിശ്വാമിത്രനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് പറയാണ്, അല്ലയോ ബ്രഹ്മർഷേ തേ സ്വാഗതം അസ്തു. അല്ലയോ ബ്രഹ്മർഷേ, അങ്ങയ്ക്ക് സ്വാഗതം. സ്വാഗതം എന്ന് പറയുമ്പോൾ അങ്ങ് തപസ് അവസാനിപ്പിക്കൂ, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്കാണ് വന്നേക്കണത്. അപ്പോൾ ശരിക്കും വന്നവരോടാണ് സ്വാഗതം പറയുക എങ്കിലും തപോനിരതനായിട്ടുള്ള ഒരു വ്യക്തിയോട് സ്വാഗതം പറയുന്നത് ഇനി ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടോളൂ എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ പറയാണ്, അങ്ങയ്ക്ക് ഇവിടേക്ക് ഈ ഒരു ലൗകിക ജീവിതത്തിലേക്ക് വീണ്ടും സ്വാഗതം. തപസ സുതോഷിതാഹസ്മ. അങ്ങയുടെ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തുഷ്ടരാണ്. ബ്രഹ്മാവായാലും ദേവന്മാരായാലും ഒക്കെ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു അങ്ങയുടെ തപസ്സുകൊണ്ട്. അതുകൊണ്ട് ആ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് അങ്ങ് എന്ത് നേടിയിരിക്കുന്നു? അതാണ് ഉഗ്രേണ തപസ ഹേ കൗശിക ത്വം ബ്രാഹ്മണ്യം പ്രാപ്തവാൻ അസി. അല്ലയോ കൗശിക, വിശ്വാമിത്ര മഹർഷേ, അങ്ങ് കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ഇപ്പോൾ ബ്രാഹ്മണ്യത്തെ നേടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ വിശ്വാമിത്രനെ ബ്രഹ്മാവ് ബ്രഹ്മർഷേ എന്ന് തന്നെയാണ് സംബോധന ചെയ്തത്. അങ്ങയുടെ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ക്ഷാത്ര തേജസ്സിനെ ഉപേക്ഷിച്ചിട്ട് ബ്രാഹ്മണനായി തീർന്നിരിക്കുന്നു. ബ്രാഹ്മണ്യം അങ്ങയ്ക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല ദീർഘമായുശ്ചതേ ബ്രഹ്മൻ ദദാമി സമരുദ്ഗണ സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ ഗച്ഛ സൗമ്യ യഥാ സുഖം. അതുമാത്രമല്ല, ഈ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് അങ്ങ് ദീർഘമായിട്ടുള്ളൊരു ആയുസ്സും അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് ദീർഘമായുശ്ചതേ ബ്രഹ്മൻ ദദാമി സമരുദ്ഗണ. സമരുദ്ഗണ അഹം, മരുത്തുക്കളോടുകൂടിയ ഞാൻ, ദേവന്മാരോടൊക്കെ കൂടിയിരിക്കുന്നവനായിട്ടുള്ള ഞാൻ അങ്ങയ്ക്കിതാ ദീർഘമായിട്ടുള്ളൊരു ആയുസ്സും പ്രദാനം ചെയ്യുന്നു. അതൊക്കെ തപസ്സിന്റെ ശക്തി കൊണ്ട് ഉണ്ടാവണതാണ്. മാത്രമല്ല സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ, അങ്ങയ്ക്ക് ഭദ്രം വരട്ടെ, അങ്ങ് സുഖമായിട്ടിരിക്കൂ, വളരെ സന്തോഷവാനായിട്ടിരിക്കൂ. ഗച്ഛ സൗമ്യ യഥാസുഖം. ഇനി തപസ്സൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിച്ചോളൂ എന്ന് അനുഗ്രഹം കൊടുത്ത് വിശ്വാമിത്രനെ പറഞ്ഞയക്കുകയാണ്. ഇനി തപസ് ചെയ്യണ്ട, ആ തപസ്സിന്റെ ഏറ്റവും മാക്സിമം എത്തിക്കഴിഞ്ഞു, ഇനി അതിൻ്റെ ആവശ്യമില്ല, അങ്ങക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, അങ്ങ് ബ്രഹ്മർഷിയായി തീർന്നിരിക്കണു എന്ന് ബ്രഹ്മാവ് വിശ്വാമിത്രനെ അറിയിച്ചു. അങ്ങനെ 21ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ വരിയും 22ാമത്തേൻ്റെ ആദ്യത്തെ വരിയും കൂടി ചൊല്ലി നിർത്താം. പിതാമഹവച ശ്രുത്വാ സർവേഷാം ത്രിദിവൗകസാം കൃത്വാ പ്രണാമം മുദിതോ വ്യാജഹാര മഹാമുനി. പിതാമഹവച ശ്രുത്വാ, പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് പറഞ്ഞതൊക്കെ കേട്ടിട്ട് അത് മുഴുവനും അനുസരിച്ചിട്ട് സർവേഷാം ത്രിദിവൗകസാം പ്രണാമം കൃത്വ, അവിടെ കൂടി നിൽക്കുന്നവരായ ബ്രഹ്മാവിനോടൊപ്പം വിശ്വാമിത്രനെ കാണാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ ദേവന്മാരെയും പ്രത്യേകം വന്ദിച്ചിട്ട്, അതാണ് ത്രിദിവൗകസാം സർവേഷാം പ്രണാമം കൃത്വ മഹാമുനി മുദിതഃ മഹാമുനി വ്യാജഹാര, വളരെയധികം സന്തുഷ്ടനായിട്ടുള്ള മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. അതായത് ബ്രഹ്മാവ് പറഞ്ഞുല്ലോ, അങ്ങ് ബ്രഹ്മർഷിയായി അങ്ങ് ബ്രാഹ്മണ്യം നേടിക്കഴിഞ്ഞു എന്നൊക്കെ.
അതൊക്കെ കേട്ട് സന്തോഷവാനായി തീർന്നു, സന്തുഷ്ടനായി തീർന്ന ആ മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ഇവരോടെല്ലാവരോടുമായിട്ട്, ബ്രഹ്മദേവനോടും മറ്റ് ദേവന്മാരോടൊക്കെ ആയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഭാസ്കരോ നിഷ്പ്രഭശ്ചൈവ മഹർഷേസ്തസ്യ തേജസാ ബുദ്ധിം ന കുരുതേ യാവന്നാശേ ദേവമഹാമുനി താവത് പ്രസാദ്യോ ഭഗവന്നഗ്നിരൂപോ മഹാദ്യുതി കാലാഗ്നിനാ യഥാ പൂർവം ത്രൈലോക്യം ദഹ്യതേഖിലം ദേവരാജ്യം ചികീർഷേത ദീയതാമസ്യ യന്മനഃ തതസുരഗണാഃ സർവേ പിതാമഹ പുരോഗമാഃ വിശ്വാമിത്രം മഹാത്മാനം വാക്യം മധുരമബ്രുവൻ മഹർഷേ സ്വാഗതം തേസ്തു തപസാ സ്മ സുതോഷിതാഃ ബ്രാഹ്മണ്യം തപസോഗ്രേണ പ്രാപ്തവാനസി കൗശിക ദീർഘമായുശ്ച തേ ബ്രഹ്മൻ ദദാമി സമരുദ്ഗണഃ സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ ഗച്ഛ സൗമ്യ യഥാ സുഖം പിതാമഹവച ശ്രുത്വാ സർവേഷാം ത്രിദിവൗകസാം കൃത്വാ പ്രണാമം മുദിതോ വ്യാജഹാര മഹാമുനി. ഇനി എന്തൊക്കെയാണ് വിശ്വാമിത്രൻ ബ്രഹ്മദേവനോടായിട്ട് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.